ഹലോ ഫ്രണ്ട്സ്, അപ്പം തിരുവോണം കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ കോഴിക്കോടേക്ക് പോയായിരിക്കാം. കോഴിക്കോട് ഞാനില്ല, ഞങ്ങളെല്ലാവരും കൂടി. കോഴിക്കോട് എൻ്റെ വീടാണ് കേട്ടോ. അപ്പം നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടോ കുറേ നമുക്ക് പോകാൻ പറ്റില്ല. 2 വർഷത്തോളം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ട്രെയിനാണെങ്കിൽ ഫുള്ളാണ്, പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ഫുള്ളാണ്. പിന്നെ ഏട്ടനവിടെ കൈയൊക്കെ കാണിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾ ഫുൾ തയ്യാറെടുപ്പിലാണ്. ഞങ്ങളെല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലെ 7 മണി സമയമാണ് കേട്ടോ ഇത്. ഈ രാവിലെ പോയാൽ നമുക്ക് വെയിലാവുന്നതിന് മുന്നേ അവിടെ എത്താമല്ലോ. അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, അതിനുള്ള ഫുഡും കാര്യങ്ങളും റെഡിയാക്കി. എല്ലാം ഏട്ടനും നാത്തൂനും അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ഞങ്ങൾ റെഡിയാക്കണം. അങ്ങനെ ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അപ്പം ഇത് ചെറിയ ചെറിയ പ്രഹസനങ്ങൾ മാത്രമാണ് ഈ കാണുന്നത്. ഞാൻ ട്രെയിനിലാണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഒരു ചെറിയ വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ ഷോ ഓഫൊക്കെ കഴിഞ്ഞ് സീറ്റ് കിട്ടിയെന്നേ പറഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു. എന്തോ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി, അതുകൊണ്ട് പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെ, അപ്പോൾ ചെറിയ സീറ്റാണ്. ഞങ്ങൾ 4 പേരും കഷ്ടിച്ചിരുന്നു, എന്നാൽ വലിയ കുഴപ്പമില്ല. ഇത്രയും തിരക്കിന് നമുക്ക് സീറ്റൊക്കെ കിട്ടിയില്ല. പിന്നെ കുറേ നേരം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഭാരതപ്പുഴയാട്ടോ കാണുന്നത്. ഭാരതപ്പുഴ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സമ്മർ സീസണൊക്കെ വരുമ്പോൾ ഇവിടെ വെള്ളമൊന്നും ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പം നല്ല വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഭാരതപ്പുഴ, പട്ടാമ്പി ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഷൊർണൂർ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറ്റിപ്പുറം ആ ഭാഗത്തൊക്കെ എത്തിയാൽ നമുക്ക് ഭാരതപ്പുഴയുടെ ഇതുപോലുള്ള വ്യൂസ് നമുക്ക് കിട്ടും. കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിരുന്നു എന്ന് പറയുന്നത്. നല്ലോണം വെള്ളമൊക്കെ കയറിയിരുന്നാണ്ട് പറയുന്നത്. ഞാൻ കുറേ ആയി ഇപ്പം നാട്ടിലേക്ക് പോകാണ്ട്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും അറിയില്ല, വാർത്തയിൽ കൂടെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെയും ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഷൊർണൂറാണ്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണല്ലോ ഷൊർണൂർ. അപ്പോൾ ഷൊർണൂറാണിത്. ഏകദേശം ഷൊർണൂർ ട്രെയിൻ ഒരു ഇത്തിരി നേരം പിടിച്ചു കേട്ടോ. ആ സമയത്ത് നമ്മൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. ഞാൻ സാധാരണ പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് എത്തിയപ്പോൾ എന്തെല്ലോ ഒരു മനസ്സിനൊരു സന്തോഷം, കുറേ കാലത്തിന് ശേഷം വീട്ടിലെത്തുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങളിനി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, ഞാനും മക്കളില്ല. കോഴിക്കോടാണെങ്കിൽ ആകെ മാറി കണ്ടപ്പോൾ എനിക്ക് ആകെ, ഞാൻ മുമ്പുണ്ടായ കോഴിക്കോടൊന്നുമല്ല. അപ്പോൾ എസ്കലേറ്റർ ലിഫ്റ്റും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും, എല്ലാ പ്രായമായവർക്കും വയ്യാത്തവർക്കും ഒക്കെ ഉപകാരപ്രദമായൊരു അടിപൊളി സംവിധാനങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏട്ടനും മക്കളും മുമ്പിലാണെന്ന് എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് പറയാൻ നടന്നു കേട്ടോ. അപ്പോൾ എസ്കലേറ്ററൊക്കെ ഉണ്ടായി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് പുതിയ സ്റ്റാൻഡിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് നമുക്ക് പിന്നെയും ബസ്സിനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൽ കയറി പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നെ അവിടെ എസ്കലേറ്റർ ഉണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി. ഫുൾ സെറ്റപ്പ്. പണ്ടത്തെ കോഴിക്കോടല്ലേ, കോഴിക്കോട് ആകെ മാറിപ്പോയി. കോഴിക്കോടിൻ്റെ ചായ തന്നെ മാറിപ്പോയി എന്ന് പറയാം നമുക്ക്. പിന്നെ 2-3 പ്രാവശ്യം ഏകദേശം ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ ട്രാഫിക്കിൻ്റെ പ്രശ്നം, നമുക്കിങ്ങനെ റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. സാധാരണക്കാർക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ യാത്രക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ബസ് സ്റ്റാൻഡാണ്, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ കുറേ ചില്ലുകൂട്ടിൽ വെച്ച പലഹാരങ്ങളൊക്കെ കണ്ടു. കോഴിക്കോടിൻ്റെ പലഹാരങ്ങളുടെ നാടാണല്ലോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് ഇത്തിരി വെള്ളം വേണം എന്നപ്പോൾ വെള്ളമൊക്കെ വാങ്ങി. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ട് വന്നപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം തോന്നി. എന്തോ ഒരു സന്തോഷമായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. ഏട്ടൻ്റെ മുഖത്താണ് സങ്കടമല്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് വീട്ടിലേക്ക് വരാൻ വേണ്ടി. അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാണ് ചേട്ടൻ കേട്ടോ. ഏകദേശം ഞങ്ങളുടെ നാട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏകദേശം ഞങ്ങൾ എത്തിയിട്ട് വണ്ടി ഒരു സൈഡിൽ, നമ്മുടെ വീടൊന്നുമല്ല കേട്ടോ അത്, നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്കാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം രാത്രിയും വേറെ എവിടെ പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വണ്ടി അവിടെ പുറത്താണ് പാർക്ക് ചെയ്തിട്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക്, കുറേ ആൾക്കാർ, കസിൻസിൻ്റെ മക്കളും എൻ്റെ മക്കളും ഇവിടുത്തെ ഏട്ടൻ്റെ കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. വരുമ്പോഴത്തേക്ക് അമ്മ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം, പാലട പായസമാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ പാക്കറ്റ് റെഡിമെയ്ഡ് പായസം ഉണ്ടല്ലോ, റെഡി ടു മിക്സോ റെഡി ടു കുക്കില്ലേ, അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കേണ്ട, ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നൊരു നബിദിനമാണ്. അപ്പം നമുക്കിവിടെ പള്ളിയിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും. ഹിന്ദുക്കൾക്കായിക്കോട്ടെ മുസ്ലിംസിനായിക്കോട്ടെ ആരുണ്ടോ അവരുടെ വീട്ടിലേക്ക് ആളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ചോറൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കുറേ ചോറുണ്ട്. അതുകൊണ്ട് നമ്മൾ മസാല അവർ വീട്ടിലുണ്ടാക്കി ഇത്രയും ചോറ്, നമുക്കൊരു വലിയ പാത്രം നിറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങളന്ന് കഴിച്ചത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ കുട്ടികൾക്ക് തണ്ണിമത്തനൊക്കെ കഴിച്ചായിരുന്നു, എല്ലാവരും കഴിച്ചു. അമ്മ അടുക്കളയിലുണ്ട്, ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം, അത്രയേ ഉള്ളൂ.
പായസം റെഡി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം വിളമ്പാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇരിക്കുകയാണ്. അടുക്കളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ, കുറച്ച് മെസ്സി ആയിരിക്കും. കാരണം എല്ലാവരും വരുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കില്ലേ, എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ കാക്കയ്ക്ക് വെച്ച് കൊടുക്കും. നമ്മുടെ കാരണവന്മാർക്ക് എന്ത് നല്ല ദിവസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിതുപോലെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കും. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണവും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഇത്തിരി വെള്ളമൊക്കെ കാക്കയ്ക്ക് വെച്ച് കൊടുത്ത് കാക്കയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും കേട്ടോ. ഇനി ഇതായിരുന്നു പൂക്കളമൊക്കെ ഇട്ടുണ്ടായിരുന്നു. പൂക്കളിട്ടു. പിന്നെ മുറ്റത്ത് പൂക്കളിട്ടുണ്ടായിരുന്നു. പൂക്കളത്തിന് ഒരു മറയൊക്കെ വെച്ചിട്ടുണ്ടായി, മഴ പെയ്യാതിരിക്കാൻ വേണ്ടി അത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഇത് കണ്ടില്ലേ, ചെമ്പരത്തി പൂ വെച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ എണ്ണത്തിന് സൂചിപ്പിക്കുന്നതാണ്. ഒന്നാം ഓണത്തിന് ഒരു ചെമ്പരത്തി, രണ്ടാം ഓണത്തിന് 2, അങ്ങനെ 10 ദിവസത്തെ അതാണ് അവിടെ കൊടുത്തത്. പിന്നെ ഏട്ടൻ്റെ മോനും എൻ്റെ കുട്ടികളും എല്ലാവരും കൂടി ബിരിയാണിയൊക്കെ കഴിക്കാൻ കേട്ടോ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ കടപ്പുറത്തായിരുന്നു. അവിടെ അച്ഛന് കുറച്ച് ഫൈബറും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പം ആൾ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ട് മീൻ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും സന്തോഷമായി. മീൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ വികാരമാണല്ലോ. ഇവിടെ വന്ന് നമുക്ക് ഫ്രഷ് മീൻ കഴിക്കാമല്ലോ. ഇതേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അവളെയും കൊണ്ടുവന്നു. അവളാണെങ്കിൽ അച്ഛനെ കണ്ടാൽ പിന്നെ അവൾക്ക് അമ്മേനെയും വേണ്ട, അവളുടെ അച്ഛനെയും വേണ്ട, ആരെയും വേണ്ട. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ഇതാണ് അച്ഛനെ കാണുമ്പോൾ. അപ്പോൾ അച്ഛനൊക്കെ ഭക്ഷണം കഴിക്കണം. ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അച്ഛനും എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. ബിരിയാണിയൊക്കെ കഴിക്കുമായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നാത്തൂനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബിരിയാണിയൊക്കെ നല്ലോണം വെക്കും കേട്ടോ. അമ്മയും വെക്കും, ഏട്ടൻ വെക്കും, എല്ലാവരും വെക്കും. ഇത് ആൻറ്റിയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ. നാത്തൂനുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വീട്ടിലുണ്ടാവും. നമ്മുടെ വീട് തറവാട് വേണം, ഏകദേശം 35 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ തറവാട്ടിൽ ഒത്തുകൂടുക. ഇതാണ് മോള്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ. നല്ലൊരു കുഞ്ഞു മോളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പായസം ഒക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാം കുടിച്ചു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. ഞാനും പായസം കുടിക്കുന്ന കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ അമ്മ എനിക്കൊരു മാക്സി വാങ്ങിച്ചിട്ടുണ്ട്. ഓണത്തിന് ചുരിദാറൊന്നും വാങ്ങി തന്നില്ല. എനിക്ക് ഒരു മാക്സി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാക്സിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ തുണികളൊക്കെ ഉണങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു. അത് മാമിയാണ്, മാമിയുടെ മോളാണ്, മോളുടെ മോളാണ് അവളുടെ കയ്യിലുള്ളത്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അവളാണ് ലാബിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ വേഗം ഒന്ന് ഞങ്ങൾ വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഓടി വന്നതാണ് കാണാൻ വേണ്ടി. അവളുടെ കുട്ടിയാണിത്, ധ്വനി മോള്. നല്ല മോളാട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ പിന്നെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ഏട്ടൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സിനിമയ്ക്ക് പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതിനിടയിൽ മിഠായി ഞാൻ സപ്ലൈ ചെയ്തു എല്ലാവർക്കും. എല്ലാവരും കഴിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ പട്ടം പട്ടം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ പട്ടം നമ്മുടെ മുറ്റത്ത് തന്നെ അത്യാവശ്യം നല്ല ബീച്ച് സൈഡാണ് കേട്ടോ വീട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം പട്ടമൊക്കെ അവിടെ പറത്തുന്നുണ്ട് കേട്ടോ. പട്ടം പറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. വീട്ടിൽ പോയാൽ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ഇവിടെ ഒരാൾ മിസ് ചെയ്തു, എൻ്റെ സ്വന്തം ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. ആൾക്ക് തീരെ വയ്യായിരുന്നു, തീരെ സുഖമില്ലാത്തതുകൊണ്ട് ആൾക്ക് വരാൻ പോലും പറ്റിയില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും എനിക്ക് നല്ലോണം മിസ്സായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നല്ലൊരു ദിവസം. അപ്പോഴാണ് പെട്ടെന്ന് ഇരിക്കുമ്പോൾ 2 കുറുക്കന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം പട്ടികൾ ഇങ്ങനെ എപ്പോഴും ഓടിക്കളിക്കും. ഇവിടെ പെട്ടെന്ന് കുറുക്കനെ കണ്ടപ്പം ആകെ ഷോക്കായി പോയിട്ടാ. എല്ലാവരും എന്നെ കല്ലെടുത്ത് ഓടിപ്പിക്കണം. ഇത് പിന്നെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഏട്ടനും കുട്ടികളും കൂടി ഒന്ന് ബീച്ചിൽ പോകണം എന്നിട്ട് ബീച്ചിൽ പോയി വന്ന് കടലിലൊക്കെ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ ആകെ നാറ്റി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് ഫിലിമിന് പോകാമെന്ന് പറഞ്ഞ് പോവാണ്. അജയൻ്റെ 2ാം മോഷണമില്ലേ, ARM. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കസിൻസ് ഏട്ടനും ഭാര്യയും എല്ലാവരും കൂടി അതിനപ്പുറത്താണ് അവിടെ കാണാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ബീച്ചിലോട്ട് നമ്മൾ നടന്നിട്ട് വേണം നമ്മൾ വണ്ടിയിൽ കയറാം. അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ കടൽ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. കടലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നെ എടുത്തേക്കാം. ഇന്നിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സിനിമയ്ക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. 7:30ക്കാണ് ഷോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബല്ലേ നമ്മുടെ കസിൻസും എല്ലാവരും, ഏട്ടൻ, നമ്മുടെ അതേ വൈബുള്ള നമ്മുടെ നാത്തൂൻ, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. എല്ലാവരും കൂടി അങ്ങനെ പോവാണ്. പിന്നെ നല്ല സിനിമയായിരുന്നു കേട്ടോ. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ അടിപൊളി സിനിമയായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞത് നമ്മുടെ വടകരയിലെ അശോക തിയേറ്ററായിരുന്നു. അശോക സീൻസ് എന്ന തിയേറ്ററിലായിരുന്നു നമ്മൾ വന്നത്. 3D ഫിലിമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ 3D ഫിലിമാണ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കണ്ടു. അത്യാവശ്യം നല്ല സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ മാവേലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ 2 ഫോട്ടോസും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികളാണ്. 3D ഫിലിം ആയിരുന്നല്ലോ. സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് അവർ പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളായിട്ട് 3 ആളുണ്ടായിരുന്നു. ഏട്ടൻ്റെ മോനും എൻ്റെ കുട്ടികളും. അവരുടെ ഒരുവിധം കണ്ടു. പിന്നെ കുറച്ച് നേരം എല്ലാവരും കിടന്നു തുടങ്ങി. ഇതെല്ലാവരും നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് യോയോ അടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു വൈബ് തന്നെയാണല്ലോ ഇത്, എല്ലാവരും കൂടി പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി. അപ്പോൾ അങ്ങനെ നമ്മുടെ ARM പടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 10:30-11 മണി വീട്ടിലെത്താൻ. അപ്പോൾ വരുന്ന വഴിക്ക് ഭക്ഷണം
ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഹോട്ടലിൽ നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നില്ല. ഓണം ഒക്കെ ആയതുകൊണ്ടാവാം, ചിലപ്പോൾ മുടക്കായിരിക്കും, എന്താ അറിയില്ല. അപ്പോൾ രാവിലെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട മാത്രം കിട്ടി നമുക്ക്. പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അമ്മ നല്ല മുളകിട്ട് നല്ലൊരു മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് മീനാണല്ലോ, പിന്നെ ഇവിടെ പിന്നെ എപ്പോഴും ഫ്രഷാണ് കിട്ടുക. ആ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി എല്ലാവരും അങ്ങോട്ട് കഴിച്ചു. ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി, പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട, അങ്ങനെ അതൊക്കെ കഴിച്ച്. ഇത് എൻ്റെ പ്ലേറ്റ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഫിഷിൻ്റെ നാവാണ് കേട്ടോ. നാവ് എന്നാണ് പറയുക, അതെന്താ ശരിക്കും എനിക്കറിയില്ല. നല്ല ഫ്ലഫി ആയിരിക്കും, സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ചായ കുടിക്കുകയാണ്. ചായലും കുടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഏട്ടനും അതായത് രണ്ടളിയന്മാരും കൂടി കടപ്പുറം പോയി. അച്ഛൻ മീൻ വാങ്ങിച്ചുകൊണ്ടിരാൻ വേണ്ടി പോയിണ്ടായി. ഏകദേശം 3 കിലോയോളം വരുന്ന വളോട് എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഇത്. അപ്പോൾ വളോട് നമ്മൾ ഏട്ടൻ മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ്. മുറിച്ച് ഈ കറി വെക്കണം. പിന്നെ വേറെ മീനുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പതിയെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് മുറിക്കുന്നതും നമ്മൾ കറി വെക്കുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതായിരിക്കും. അവരവിടെ മുറിക്കുന്നുണ്ട്. മുറിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വേറൊരു മീൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, കരിമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കരിമീൻ അമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീനൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചൂട് മുളകിട്ട കറിയും പത്തിരിയാണ്, നെയ്പത്തിരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ അമ്മ അവർക്ക് ചായ എടുത്തുള്ള സമയം കൊണ്ട് ഞാൻ അമ്മേനെ പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുറച്ച് അലക്കാനുള്ളതൊക്കെ അലക്കി ചായ കുടിച്ച് അലക്കി കഴിഞ്ഞ ശേഷം ഇത് പത്തിരിയൊക്കെ ചൂടാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോയിൽ കാണിക്കണമല്ലോ, ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കയറിയിട്ട് അടുക്കളയിൽ കയറിയിട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി എൻ്റെ പ്ലേറ്റൊന്നും പിന്നെ ആരും മൈൻഡ് ചെയ്യേണ്ട, കാരണം മീനുകളാണ്, വെറൈറ്റി മീനുകളാണല്ലോ. അപ്പോൾ മീനുകളൊക്കെ നല്ലോണം തട്ടി അകത്താക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ഉപ്പേരിക്ക് അരിയാൻ വെച്ചിട്ടുണ്ട്. അടപ്രഥമൻ പായസം വെക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ നേരത്തെ ഏട്ടൻ മുറിച്ചുകൊണ്ടിരുന്ന മീനും കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ദിവസം 2 കൊല്ലത്തിനടുത്തായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ. ഞാൻ തന്നെ സ്വയം വെച്ച് ഞാൻ തന്നെ കഴിക്കുന്നില്ല, മറ്റുള്ളവർ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അത് എപ്പോഴും ടേസ്റ്റ് ആണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ വരുമ്പോൾ പിന്നെയും മീൻ കൊണ്ടുവന്നു. വലിയ മീൻ, അച്ചാറിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ചൂരയാണ് കേട്ടോ. 3-4 മീൻ പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറിന് വേണ്ടി ആ കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് മറ്റുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പായസം ഞാനാട്ടോ വെച്ചത്, അടപ്രഥമൻ. കുഴപ്പമുണ്ടായിരുന്നില്ല. അടപ്രഥമൻ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടുക്കളൻ്റെ അടുത്ത് ഒരു അനക്കം കണ്ട് നോക്കിയപ്പം വലിയൊരു ഉടുമ്പ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് വീഡിയോയിൽ അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന പോലെയല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 കിലോൻ്റെ അടുത്ത്, 10-നെക്കാൾ മുകളിലുണ്ടാവും അതിൻ്റെ വെയിറ്റ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തൊന്ന് പോയതാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തുള്ളൊരു ആൾതാമസമില്ലാത്തൊരു പറമ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തതാണ് ഞാൻ ഉടുമ്പിനെ കണ്ടപ്പോൾ. ഇവിടെയൊക്കെ അധികം ആ ഭാഗത്ത് ഉടുമ്പുകൾ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിനെ പിടിക്കുന്നതും കഴിക്കാറുണ്ട് ചില ആൾക്കാർ, നമ്മൾ കഴിക്കില്ല കേട്ടോ. ഇതിന് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനെ പിടിക്കുന്നത് കേസാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മളിപ്പോൾ ഒന്നുകൂടി പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കല്ലകത്ത് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അറിയായിരിക്കും, അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ്. വെള്ളിയാങ്കല്ലിൻ്റെ അടുത്തൊക്കെയുള്ള ഇതാണ് കേട്ടോ, സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ നിന്നാണ് വെള്ളിയാങ്കല്ലിലേക്ക് കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബീച്ചിലേക്കാണ്. ആ സമയത്ത് ഓണം കഴിഞ്ഞതും ഒക്കെ ആയതുകൊണ്ടും ഇല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാനും മക്കളും നാത്തൂനും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകണം. അപ്പം കടലും പുഴയും കൂടി ഒരു അഴി പോലെ ഉള്ളൊരു ഭാഗമാണത്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ടായിരുന്നു. നല്ലൊരു ബീച്ച് വൈബ് കിട്ടി എന്തായാലും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ ഈ ബീച്ചിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഒരുപാട് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളും കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചു. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്കൊക്കെ ഉപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ അതുപോലെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ബീച്ച് വ്യൂ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കരമായ തിരക്കായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. തിക്കോടി കല്ലകത്ത് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ് കേട്ടോ ഇത്. ഏട്ടനും മോനാണ് എല്ലാവരും കടലിൽ കുളിച്ചിട്ട് ആകെ നനഞ്ഞിട്ടൊക്കെയാണുള്ളത്. അതായത് എൻ്റെ കുട്ടികൾ മണ്ണൊക്കെ കണ്ടില്ലേ മേത്തൊക്കെ. അപ്പോൾ ഒരാൾ കോളിഫ്ലവർ വാങ്ങി തന്ന്, 2 കോളിഫ്ലവർ വാങ്ങി കഴിക്കുന്നുണ്ട്. ഒരാൾ പൊട്ടറ്റോ ട്വിസ്റ്റർ അങ്ങനെ എന്താ പറയുമല്ലോ ഇതിന്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. എനിക്ക് ആദ്യം വിചാരിച്ചു, ഞാൻ ഏതോ ഒരു വ്ളോഗിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ നല്ല ക്രിസ്പി ആയിരുന്നു.
പിന്നെ എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടൊക്കെയാണുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ പൂക്കളം, നമ്മുടെ ഓണം കഴിച്ച് ഇവിടെ ഒരു അടുത്ത മകം നാൾ വരെ നമ്മൾ പൂവിടും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ.